സന്ധ്യാഹോമത്തിൽ പ്രധാനമായിട്ടും ദേവിയുടെ 3 ഭാവങ്ങളെ പൂജിക്കുന്ന ക്രിയ. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 ഭാവങ്ങളാണ്. ഈ 3 ഭാവങ്ങളും ഒന്നു ചേർന്ന ഐക്യരൂപിണിയാണ് ചണ്ഡിക ദുർഗാ പരമേശ്വരി എന്നറിയപ്പെടുന്നത്. ഈ ചണ്ഡിക ദുർഗാ പരമേശ്വരിയുടെ ഈ 3 ഭാവങ്ങളെയും പ്രകീർത്തിക്കുന്നതായ ശാക്തേയതന്ത്രത്തിലെ വളരെ അത്യുത്കൃഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ദേവീ മാഹാത്മ്യം. ഈ ദേവീ മാഹാത്മ്യം 13 അധ്യായങ്ങളോട് കൂടിയതാണ്. ഈ 13 അധ്യായങ്ങളെ പ്രഥമ, മധ്യമ, ഉത്തമ എന്നിങ്ങനെ 3 ചരിതങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രഥമ ചരിതം മഹാകാളി ചരിതവും, മധ്യമ ചരിതം മഹാലക്ഷ്മി ചരിതവും, ഉത്തമ ചരിതം മഹാസരസ്വതി ചരിതവുമാണ്. ഈ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളും ഒന്നു ചേർന്ന ഐക്യരൂപിണിയായിട്ടിരിക്കുന്നതായ ഭാവമാണ് ചണ്ഡിക ദുർഗാ പരമേശ്വരി എന്നറിയപ്പെടുന്നത്. ചണ്ഡമുണ്ടന്മാരെ നിഗ്രഹിച്ചവളെന്നും അത്യധികമായ ക്രോധത്തോട് കൂടിയവളെന്നുമൊക്കെ വിഭിന്നങ്ങളായിട്ടുള്ള അർത്ഥങ്ങൾ ചണ്ഡിക എന്ന പദത്തിനുണ്ട്. ഈ ചണ്ഡിക ദുർഗാ പരമേശ്വരിയെ ഹോമാഗ്നിയിലേക്ക് ആവാഹിച്ച് ഈ ദേവീ മാഹാത്മ്യത്തിലെ 700 ശ്ലോകങ്ങളെ കൊണ്ട് ഹോമിക്കുന്ന ക്രിയയാണ് ചണ്ഡികാ ഹോമം. 700 ശ്ലോകങ്ങൾ എന്നത് ദേവീ മാഹാത്മ്യത്തിൽ ഉവാച മന്ത്രങ്ങൾ, അർത്ഥശ്ലോക മന്ത്രങ്ങൾ, പൂർണ്ണശ്ലോക മന്ത്രങ്ങൾ ഇവയെല്ലാം കൂടിയിട്ടാണ് 700 ശ്ലോകങ്ങൾ എന്നറിയപ്പെടുന്നത്. 700 ശ്ലോകങ്ങൾ പൂർണ്ണമായിട്ടും അതിലില്ല. അതിൽ അർത്ഥശ്ലോകം പകുതിയുള്ള ശ്ലോകങ്ങളുണ്ട്, പൂർണ്ണമായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ രാജോവാച, ദേവീവാച തുടങ്ങിയതായ ഉവാച മന്ത്രങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം ശ്ലോകങ്ങളായിട്ടാണ് ആചാര്യന്മാർ ഗണിച്ചിരിക്കുന്നത്. ഈ ശ്ലോകങ്ങളെല്ലാം മന്ത്രാത്മക ശ്ലോകം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ശ്ലോകങ്ങളിൽ വളരെ ശക്തിയാർന്നിരിക്കുന്നതായ മൂലാക്ഷര മന്ത്രങ്ങളും ബീജാക്ഷര മന്ത്രങ്ങളും അന്തർഹിതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെ പാരായണവും ദേവീ മാഹാത്മ്യത്തിൽ കൊണ്ടുള്ളതായ പൂജ ഹോമാദികളെല്ലാം അത്യുത്കൃഷ്ടമായ ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. കാരണം അതിൽ അന്തർഭവിച്ചിരിക്കുന്നതായ ആ മന്ത്രാക്ഷരങ്ങൾ അത് ജപിക്കുന്നതായ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ആ വ്യക്തിയിൽ മന്ത്രോദ്ധാരണം സംഭവിക്കുന്നു എന്നുള്ളതിനാൽ ആ വ്യക്തിയുടെ ന്യായവും ധാർമ്മികവും ആയിട്ടുള്ള ഏതൊരു അഭീഷ്ടങ്ങളും സാധ്യമാകും. അതിൽ അന്തർഹിതമായിരിക്കുന്ന മന്ത്രത്തിൻ്റെ ശക്തിയാണ്. ഈ ദേവീ മാഹാത്മ്യം ജപിക്കുമ്പോൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ആസേത് ഹിമാചലം പൂർണ്ണമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വളരെ പ്രചാരമേറിയതായ ഒരു ഗ്രന്ഥമാണ് ദേവീ മാഹാത്മ്യം. കേരളത്തിൽ ആണ് അതിന് പ്രചാരം കുറവ്. പക്ഷേ വടക്കേന്ത്യയിലേക്കൊക്കെ ദേവീ മാഹാത്മ്യത്തിന് വളരെയധികം പ്രാധാന്യമാണ്. നവരാത്രി വളരെയധികം പ്രാധാന്യത്തോടുകൂടി ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ്. ഈ ദേവീ മാഹാത്മ്യത്തിൻ്റെ നിത്യേനുള്ളതായ ജപം, ദേവീ മാഹാത്മ്യം 12ാം അധ്യായത്തിൽ ദേവീചരിത മാഹാത്മ്യമാണ്. അതായത് ഈ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണ്, ഫലങ്ങളാണ് ലഭ്യമാകുന്നതെന്ന് ദേവി തന്നെ അരുളി ചെയ്യുന്നതാണ്. അതിൽ പ്രഥമ ശ്ലോകം തന്നെ പറയുന്നത് ഏഭിസ്തവൈക്ഷമാം നിത്യം സ്തോഷതയ സമാഹിത തസ്യാഹം സകലാം ബാധാം നാശിഷ്യാം അസംശയം. ആരാണോ ഈ സ്തവങ്ങളെ കൊണ്ട്, ഈ സ്തോത്രങ്ങളെ കൊണ്ട് എന്നെ നിത്യവും ഉപാസിക്കുന്നത്, ഇതിനു മുൻപ് പറയപ്പെട്ടതായിട്ടുള്ള സ്തോത്രങ്ങൾ, മുൻ അധ്യായങ്ങളിലെ സ്തോത്രങ്ങളെ കൊണ്ട് ആരാണോ നിത്യം ഉപാസിക്കുന്നത് അവൻ്റെ എല്ലാവിധത്തിലുള്ളതായ ബാധകളെയും ഞാൻ നിശേഷം ഇല്ലാതാക്കുന്നതാണ്. ബാധ എന്നതിന് ജീവിതത്തിൽ ബാധിക്കുന്നതെല്ലാം ബാധയാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഗതിക്ക് എന്തെല്ലാമാണോ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് അതെല്ലാം ബാധയാണ്. രോഗങ്ങളാകാം, ദാരിദ്ര്യമാകാം, മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാകാം. എന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്നത് അതെല്ലാം ബാധയാണ്. ആ വിധത്തിലുള്ള ബാധകളെല്ലാം നിശേഷമില്ലാതാകും എന്ന് ദേവി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് എങ്ങനെ ജപിക്കണം? അവിടെ ദേവി പറയുന്നു സമാഹിത യഹ് സമാഹിത. യാതൊരാളാണോ സമാഹിത ചിത്തനായിട്ട് ഏകാഗ്രമായ ചിത്തത്തോടുകൂടി ദേവീപാദങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതായ ചിത്തത്തോടുകൂടി അനന്യമായ മനസ്സോടുകൂടി ആരാണോ ഇതിനാൽ എന്നെ ഉപാസിക്കുന്നത്
അവൻ്റെ എല്ലാവിധത്തിലുള്ളതായ ദുഃഖങ്ങളെയും ഞാൻ നിശേഷം ഇല്ലാതാക്കുന്നതാണ് എന്ന സംശയ, യാതൊരു സംശയവും വേണ്ട എന്നാണ്. ഇത് മനുഷ്യരാരുമല്ല പറഞ്ഞിരിക്കുന്നത്, സാക്ഷാൽ പരമേശ്വരി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് 100% അത് വിശ്വസിക്കാം. സർവബാധാവിനിർമുക്തോ ധനധാന്യസുധാന്യത മനുഷ്യോ മത്പ്രസാദേന ഭവിഷ്യതി ന സംശയ. വീണ്ടും ദേവി പറയുകയാണ്, എല്ലാവിധത്തിലുള്ള ബാധകളിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ധനധാന്യസുധാന്യത മനുഷ്യോ മത്പ്രസാദേന, എൻ്റെ പ്രസാദത്താൽ എൻ്റെ അനുഗ്രഹത്താൽ ഭവിഷ്യത്തി ന സംശയ, യാതൊരു സംശയവും വേണ്ട, എല്ലാ ബാധകളിൽ നിന്ന് മുക്തനായിക്കൊണ്ട് സകല വിധത്തിലുള്ളതായ ധനധാന്യാദി സമ്പത്തുകളെയും അവൻ പ്രാപിക്കും. ഇതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് ദേവി വീണ്ടും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദേവീമാഹാത്മ്യത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ജപിക്കാവുന്നതുമാണ്. ദേവീമാഹാത്മ്യത്തിന് പല വിധത്തിലുള്ളതായ പാരായണ സമ്പ്രദായങ്ങളാണ് ഭാരതത്തിൽ നിലനിൽക്കുന്നത്. അനേക വിധത്തിലുള്ള സമ്പ്രദായങ്ങളുണ്ട്. ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ജപിച്ചു തീർക്കുന്ന 13 അധ്യായങ്ങൾ ജപിച്ചു തീർക്കുന്ന സമ്പ്രദായങ്ങളുണ്ട്. പൂർവാംഗങ്ങളായിരിക്കുന്ന നവാംഗങ്ങൾ, അതിൽ അവാഹനം, ന്യാസം, നാമാനി, അർഗളം, കീലകം, അർഗളം, കവചം, കീലകം, കവചം, ഹൃദയസ്തോത്രം, ദളസ്തോത്രം, ധ്യാനം എന്നിങ്ങനെ 9 അംഗങ്ങൾ ആദ്യം പാരായണം ചെയ്തിട്ട് നവാക്ഷരി മന്ത്രത്തെ യഥാശക്തി ജപിച്ച് പിന്നീട് രാത്രി സൂക്താദികളെല്ലാം ജപിച്ച് 13 അധ്യായങ്ങൾ പാരായണം ചെയ്ത് വീണ്ടും അതിൻ്റെ ന്യാസാദി ക്രമങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും 5-ാം അധ്യായത്തിൽ ദേവീ സൂക്തമായിരിക്കുന്ന നമോ ദേവി മഹാദേവി ശിവായി സതതം നമഃ നമപ്രകൃതി ഭദ്രായി നീതാ പ്രണതാസ്മതം എന്ന് തുടങ്ങുന്നതായ സൂക്തങ്ങളെ ജപിച്ചിട്ട് വീണ്ടും രഹസ്യത്രയം എന്ന 3 അധ്യായങ്ങൾ ഉത്തര അംഗത്തിൽ വരുന്നതാണ്. പ്രാധാനിക രഹസ്യം, വൈകൃത രഹസ്യം, മൂർത്തി രഹസ്യം. ഈ 3 അധ്യായങ്ങളെയും ജപിച്ച് സമ്പൂർണ്ണമായിട്ട് ജപിക്കുന്ന ഒരു പാരായണക്രമമുണ്ട്. ഇതുകൂടാതെ കവചാർഗള കീലകങ്ങളാകുന്ന 3 അധ്യായങ്ങളും തുടർന്ന് 13 അധ്യായങ്ങളും ജപിക്കുന്ന സമ്പ്രദായമുണ്ട്. ദേവീമാഹാത്മ്യത്തിൻ്റെ ആദ്യവും അവസാനവും നവാക്ഷരി മന്ത്രപുടിതമായി ജപിച്ചുകൊണ്ട് ദേവീമാഹാത്മ്യം 13 അധ്യായങ്ങൾ ജപിക്കുന്ന സമ്പ്രദായമുണ്ട്. 7 ദിവസം കൊണ്ട് കേരളീയ സമ്പ്രദായം അനുസരിച്ചിട്ട് ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച കൊണ്ട് 7 ദിവസം കൊണ്ട് തീർക്കുന്നതായ ഒരു സമ്പ്രദായമുണ്ട്. 3 ദിവസം കൊണ്ട് 3 ചരിതങ്ങൾ, പ്രഥമ, മധ്യമ, ഉത്തമ ചരിതങ്ങളെ 3 ദിവസങ്ങളായിട്ട് ജപിച്ച് തീർക്കുന്ന സമ്പ്രദായമുണ്ട്. ഇനി 9 ദിവസം കൊണ്ട് ജപിക്കുന്ന ഒരു രീതിയുണ്ട്. 13 ദിവസങ്ങളെ കൊണ്ടും ഈ 13 അധ്യായങ്ങളിൽ ഓരോ അധ്യായങ്ങളും ജപിച്ച് തീർക്കുന്ന ഒരു ഭേദമുണ്ട്. ഇത്തരത്തിലുള്ള അനേക ഭേദങ്ങളൊക്കെ ആചാര്യന്മാർ വച്ചിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇത് ജപിക്കാൻ വേണ്ടിയിട്ടാണ്, ഏത് വിധേനയെങ്കിലും ഇത് പാരായണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്രകാരമാണോ നമ്മുടെ ശക്തി, യഥാശക്തി തഥാ ക്രിയാമ, ഏത് വിധത്തിലാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആ വിധത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം. ആപത്ത് കാലത്ത് എന്താണ് ചെയ്യേണ്ടത്? നാക്കശ്ശേരി ഭട്ടതിരിയോട് ചോദിച്ചതാണ്, എന്താണ് ആപത്ത് കാലത്ത് ചെയ്യേണ്ടത്? സ്മരണീയം ചരണയുഗളമമ്പായാം, അമ്പയുടെ പാതാരബിന്ദങ്ങളെ സ്മരിക്കുക. തത് സ്മരണം കിം കുരുതേ, ആ സ്മരണം കൊണ്ട് എന്താണ് ലഭ്യമാവുക? ബ്രഹ്മാധീനം അപീച കൈങ്കര്യം കുർവതേ, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരാകുന്ന ത്രിമൂർത്തികളെ പോലും തൻ്റെ അജ്ഞാനവർത്തികളാക്കി മാറ്റുവാൻ സാധ്യമാകുന്നതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആപത്ത് കാലത്ത് മാത്രമല്ല, എല്ലാ കാലങ്ങളിലും ദേവീസ്മരണ നിരന്തരം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ആചാര്യസ്വാമികൾ സൗന്ദര്യലഹരിയിൽ 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ജപോ ജൽപകശിപ്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണ വശനാദ്യ അഭൂതി വിധി പ്രണാമ സംവേശ സുഖമഖിലം ആത്മാർപ്പണദർശ സ പര്യായത്തമ ഭൗതുമേ വിരസിതം. അല്ലയോ ഭഗവതി, ഞാൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും എൻ്റെ ജൽപ്പനങ്ങളെല്ലാം ഇന്ദിരപിടിയുടെ മന്ത്രോച്ഛരണങ്ങളായി ഭവിക്കട്ടെ. ജപോ ജൽപകശില്പം സകലം അഭിമുദ്രാവിരചന, ഞാൻ കൈകൊണ്ട് ചെയ്യുന്ന സകല ക്രിയകളും അവിടുത്തെ ക്രിയകളായി മാറട്ടെ, ആരാധനയാകട്ടെ. ഗതിഹി പ്രാദക്ഷിണ്യം, എൻ്റെ പദചലനങ്ങളെല്ലാം ഇന്ദിരപിടിക്കുള്ള പ്രദക്ഷിണമായി മാറട്ടെ. ക്രമണ അശനാദ്യ ആഹൂതി വിധിഹി, എൻ്റെ അന്നപാനാദി ക്രിയകളെല്ലാം അവിടത്തേക്കുള്ള ആഹൂതി അഥവാ ഹോമമായി മാറട്ടെ. പ്രണാമ സംവേശ
എൻ്റെ കിടപ്പ്, ഞാൻ കിടക്കുന്നത് നിന്തിരുവടിക്കുള്ള നമസ്കാരമായി മാറട്ടെ. സുഖം അഖിലം ആത്മാർപ്പണ ദർശ പര്യായത്തപഹോതു എന്മേ വിലസിതം എന്തെല്ലാമാണോ സുഖത്തിനായിക്കൊണ്ട് ഞാൻ ആചരിക്കുന്നത് അവയെല്ലാം നിന്തിരുവടിക്കുള്ള പൂജയായി ആരാധനയായി ഭവിക്കട്ടെ. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ജാഗ്രത, സ്വപ്നം, സുഷുപ്തി തുടങ്ങിയതായ 3 അവസ്ഥാഭേദങ്ങളിലും എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ ആ കർമ്മങ്ങളെല്ലാം അല്ലയോ ഭഗവതി നിന്തിരുവടിക്കുള്ള പൂജയായി ഭവിക്കട്ടെ എന്നാണ് ആചാര്യന്മാർ പ്രാർത്ഥിക്കുന്നത്. 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ത്വതന്യ പാണിഭ്യാം അഭയവരതോ ദൈവതഗണ ത്വമേവോ നൈവാസി പ്രകൃത പരാഭീത്യഭിനയ ഭയാത്രാതും ദാതും ഫലമഭിച വാഞ്ചാസ്സമധികം ശരണ്യേ ലോകാനാം തവ ഹി ചരണാവയവ നിപുണവും. എന്താണ് ആചാര്യസ്വാമിയോട് പറയുന്നത്? ത്വതന്യ പാണിഭ്യാം അഭയവരതോ ദൈവതഗണ, അന്യദേവന്മാർക്ക് കരചരണാദി അവയവങ്ങളെ കൊണ്ട് അഭയവരമുദ്രകളെ പ്രകടിപ്പിച്ച് അഭിനയിക്കേണ്ടതുണ്ട്. എന്നാൽ നിനക്കാകട്ടെ, നിന്തിരുവടിക്കാകട്ടെ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഭയാത്രാതും എല്ലാവിധത്തിലുള്ള ഭയങ്ങളിൽ നിന്നും സമ്പൂർണ്ണമായിട്ടും രക്ഷിക്കുന്നതിനും സർവ്വവിധത്തിലുള്ള അഭയങ്ങളെ നൽകുന്നതിനും ഫലമഭിച വാഞ്ചാസ്സമധികം ആഗ്രഹിക്കുന്നതിനും അധികം ഫലത്തെ പ്രദാനം ചെയ്യുന്നതിനും അവഹി ചരണാവയവ നിപുണവും നിന്തിരുവടിയുടെ ചരണങ്ങൾ മാത്രം സമർത്ഥങ്ങളാകുന്നു എന്ന്. അപ്പോൾ ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നതായ രശ്മി സമൂഹങ്ങളെ കൊണ്ട് തന്നെ സാധകന്റെ, ഉപാസകന്റെ സർവ്വവിധത്തിലുള്ള ഭയങ്ങളും ഇല്ലാതാകുന്നു. ഏറ്റവും വലിയ ഭയം എന്താണ്? ഏറ്റവും വലിയ ഭയം സാംസാരികമായ ദുഃഖമാണ്. ആ എല്ലാവിധത്തിലുള്ള സാംസാരിക ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാക്കിക്കൊണ്ട് സർവ്വവിധത്തിലുള്ള അഭയങ്ങളെയും നൽകിക്കൊണ്ട് ആഗ്രഹിക്കുന്നതിനും അധികം ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. ദേവീമാഹാത്മ്യം സമ്പൂർണ്ണം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ദേവീമാഹാത്മ്യം സുരത സമാധി എന്ന 2 രാജാവിനും വൈശ്യനും സുമേധസ് മഹർഷി ദേവിയുടെ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിൽ ഈ ദേവിയുടെ മാഹാത്മ്യമെല്ലാം കേട്ട രാജ്യം നഷ്ടപ്പെട്ട സുരഥൻ എന്ന രാജാവും വളരെയധികം സമ്പന്നനായിരുന്ന സമാധി എന്ന വൈശ്യൻ തൻ്റെ സമ്പാദ്യമെല്ലാം തൻ്റെ മക്കളും ഭാര്യയും കൂടി തട്ടിയെടുത്തതിന് ശേഷം ഇവരെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഓടിക്കുകയും അങ്ങനെ ഈ രാജാവും ഈ സമാധി എന്ന വൈശ്യനും ഒരു കാനനത്തിൽ വെച്ചൊരു അരണ്യത്തിൽ വെച്ച് കണ്ടുമുട്ടുകയും അങ്ങനെ അവരുടെ ദുഃഖത്തിൻ്റെ കാരണം അന്വേഷിച്ച് സുമേധസ് എന്ന മഹർഷിയുടെ അടുത്ത് ചെല്ലുകയും ആ മഹർഷി മഹാമായയുടെ പ്രഭാവത്തെക്കുറിച്ച് വ്യക്തമാക്കുകയും അങ്ങനെ ആ മഹാമായയുടെ പ്രഭാവത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അനേകം കഥകളെ വർണ്ണിക്കുകയും അതിനുശേഷം ഒടുവിൽ ഈ മാഹാത്മ്യമെല്ലാം കേട്ടതിന് ശേഷം ഈ സുരതൻ മഹാരാജാവും സമാധി എന്ന വൈശ്യനും നദീതീരത്ത്, അവിടെയുള്ളതായൊരു നദീതീരത്ത് ചെന്ന് ദേവീ സൂക്തം കൊണ്ട് ആരാധിക്കുകയും അങ്ങനെ 3 വർഷം നിരാഹാരോ യഥാഹാരോ തന്മനസ്കോ സമാഹിത ചിത്തനായിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിക്കൊണ്ട് നിരാഹാര വ്രതത്തോടുകൂടി പൂർണ്ണമായ ഇന്ദ്രിയ നിയന്ത്രണത്തോടുകൂടി 3 വർഷം ദേവിയെ ഏകാഗ്രമായിട്ട് അത്യുഗ്രമായിട്ട് തപസ് ചെയ്യുകയും ആ തപസ്സിൻ്റെ ഫലമായിട്ട് ത്രിഭിർവർഷേരഥാത്മനോ പരിതുഷ്ട ജഗത്താത്രി പ്രത്യക്ഷം രാഹചണ്ഡിക ദേവി ചണ്ഡികാ ഭഗവതി അവർക്ക് പ്രത്യക്ഷയായി ഭവിക്കുകയുമാണ് ചെയ്തത്. എന്നിട്ട് ദേവി അവരോട് പറഞ്ഞു, യത് പ്രാർത്ഥ്യതേ ത്വയാ ഭൂപ ത്വയാ ച കുലനന്ദന മത്തസ്തത് പ്രാപ്യതാം സർവം പരിതുഷ്ട ദധാമിവാം. യാതൊന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെ ചോദിച്ചാലും. അവിടെ സുരത മഹാരാജാവ് പറഞ്ഞു, തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ രാജ്യം മാത്രം തനിക്ക് തിരിച്ചു കിട്ടിയാൽ മതി, മറ്റൊന്നും തനിക്ക് വേണ്ട. മാത്രവുമല്ല അനന്തര ജന്മങ്ങളിലും തനിക്ക് ആ രാജ്യം ലഭ്യമാകണം, നിലനിന്ന് പോകണം. സമാധി എന്ന വൈശ്യൻ ആവശ്യപ്പെട്ടത് മമേത്യഹമിതി പ്രാജ്ഞ എന്നാണ്. മമതാബന്ധം, ഞാനെന്നും എൻ്റേതെന്നുള്ളതായ മമതാബന്ധം ഇല്ലാതാകണമെന്നുള്ളതായ മോക്ഷപ്രാപ്തിയാണ് സമാധി എന്ന വൈശ്യൻ പ്രാർത്ഥിച്ചത്, ആവശ്യപ്പെട്ടത്. ദേവി അവർക്ക്
അവരാവശ്യപ്പെട്ടതായ വരങ്ങളെല്ലാം കൊടുത്തു. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ദേവി പറഞ്ഞു. എന്താണെന്നറിയോ? നമ്മുടെ ദേവി വ്യക്തമാക്കിയൊരു കണ്ടീഷനുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഫലം കിട്ടാതെ വരുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും ഫലം കിട്ടാതെ വരുന്നത്? നമ്മൾ അനേകം പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്ക് പല ദോഷങ്ങൾക്കും പരിഹാരം ഉണ്ടാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ദേവി അവിടെ പറയുന്നു, സ്വൽപ്പൈരഹോപൃനൃപതേ ത്വം രാജ്യം പ്രപ്സതേ ഭവാൻ ഖത്വാരി ഭുവനസ്കരിതം തവ തത്ര ഭവിഷ്യതി. സ്വൽപ്പൈരഹോപൃനൃപതേ, സ്വല്പമായിരിക്കുന്ന അഹോരാത്രങ്ങൾക്കിപ്പുറം, അതായത് അല്പകാലത്തിനകം എന്നർത്ഥം. ദേവി പ്രത്യക്ഷപ്പെടുന്ന ഉടനെ തന്നെ പറയുകയല്ല ചെയ്തത്, ഈ നിമിഷം തന്നെ നിനക്ക് നിൻ്റെ രാജ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല, ഏതാനും ദിവസങ്ങൾക്കകം എന്നാണ്. കാരണം എന്താണ്? രാജാവിൻ്റെ അഭീഷ്ടം സാധ്യമാകണമെങ്കിൽ ഭൗതികമായിട്ടുള്ള ചില ഘടകങ്ങൾ കൂടി അനുകൂലമായിട്ട് വരേണ്ടതുണ്ട്. അതുവരെ ക്ഷമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ദേവി പറഞ്ഞത്, സ്വൽപ്പൈരഹോപൃനൃപതേ ത്വം രാജ്യം പ്രപ്സതേ ഭവാൻ, ഏതാനും ദിവസങ്ങൾക്കകം അങ്ങയുടെ രാജ്യത്തെ പ്രാപിക്കും. മാത്രമല്ല, മൃതച്ഛ ഭൂയ സംപ്രാപ്യ ജന്മദേവ വിവസ്വത സാവർണികോ നാമമനു ഭവാൻ ഭവി ഭവിഷ്യതി. മരണശേഷം അനന്തരജന്മത്തിൽ 8ാമത്തെ മനുവായിട്ട്, സാവർണി എന്ന മനുവായിട്ട് ഭവിക്കുമെന്നാണ്. ഇത് വൈവസ്വത മന്വന്തരം എന്ന 7ാമത്തെ മന്വന്തരമാണ്. വരാൻ പോകുന്നതായ 8ാമത്തെ മന്വന്തരം സാവർണി എന്ന പേരോടുകൂടിയ മനുവായിട്ട് ഭവിക്കുമെന്നാണ്. ഇവിടെ അറിയേണ്ടതായൊരു കാര്യം, സുരതൻ ആവശ്യപ്പെട്ടത് എന്താണ്? കേവലം തന്നെ നഷ്ടപ്പെട്ട രാജ്യം മാത്രമാണ്. പക്ഷേ ദേവി അനുഗ്രഹിച്ചത് നഷ്ടപ്പെട്ട രാജ്യം മാത്രമായിട്ടാണോ? പിന്നെന്താണ് കൊടുത്തത്? ഒരു മന്വന്തരാധിപത്യം കൂടി ദേവി കൊടുക്കുകയാണുണ്ടായത്. അപ്പോൾ ആഗ്രഹിച്ചതിലും അധികമായ ഫലത്തെ പ്രദാനം ചെയ്യുകയാണ് ദേവി ചെയ്തത്. അതുകൊണ്ടാണ് വാഞ്ചാസമധികം ഫലം എന്ന് പറയുന്നത്. അത്യധികമായ ഫലത്തെ, ആഗ്രഹിക്കുന്നതിലും അത്യധികമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നവളാണ്. സുരതൻ ആഗ്രഹിച്ച കേവലം തൻ്റെ ചക്രവർത്തി പദം എന്നതിലുപരി ആ ചക്രവർത്തി പദം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിലുപരിയായിട്ട് അനന്തരജന്മത്തിൽ ഒരു മന്വന്തരത്തിൻ്റെ ആധിപത്യം തന്നെയാണ് ദേവി അനുഗ്രഹിച്ച് അരുളിക്കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ദേവീപാദങ്ങളെ ഏകാഗ്രമായ ചിത്തത്തോടുകൂടി ആശ്രയിക്കുമ്പോൾ നമ്മുടെ അഭീഷ്ടങ്ങൾ സാധ്യമാകണമെങ്കിൽ കുറച്ച് കാലങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം പല ഘടകങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും അനുഭവത്തിലേക്ക് പ്രാപ്തമാവുകയുള്ളൂ. അതുകൊണ്ട് ആ ദേവിയുടെ പാതാരബിന്ദങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ എല്ലാവിധത്തിലുള്ളതായ സാംസാരിക ദുഃഖങ്ങളും ഇല്ലാതായി സർവ്വവിധത്തിലുള്ളതായ ഐശ്വര്യങ്ങളും പ്രാപ്തമാകുമെന്ന് ആണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഐശ്വര്യം എന്നതിന് കേവലം ഭൗതികമായ ധനം, പണം എന്ന് മാത്രം അർത്ഥമൊന്നുമില്ല. എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും, ഐഹികവും പാരത്രികവുമായ മോക്ഷപ്രാപ്തി ഉൾപ്പെടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും. ഐശ്വര്യം എന്ന പദത്തിന് ഈശ്വരനോട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. എല്ലാവിധത്തിലുള്ളതായ ഐശ്വര്യങ്ങളും ഭൗതികമാകട്ടെ ആധ്യാത്മികമാകട്ടെ ആ വ്യക്തിക്ക് സംപ്രാപ്തമായി തീരുമെന്നാണ് ദേവി തന്നെ അരുളി ചെയ്യുന്നത്. ദേവീ മാഹാത്മ്യത്തിൽ തന്നെ ദേവി അത് പൂർണ്ണമായിട്ടും പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ദേവീപാദങ്ങളെ ഉറച്ച മനസ്സോടുകൂടി തന്നെ ആശ്രയിക്കുക സാധ്യമാവുകയും ചെയ്യുന്നത്. ഇനി ചണ്ഡ്യാഹോമം ആരംഭിക്കുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് ലഘുവായുള്ള ഭക്ഷണം കഴിക്കുക. ആ കഴിച്ചിട്ട് വന്നിട്ട് ചണ്ഡ്യാഹോമത്തിൻ്റെ ആരംഭമുണ്ട്. ആ ആരംഭത്തിന് മുമ്പ് ചെയ്യുന്നതായ കുറച്ച് ശുദ്ധീകരണ ക്രിയകളുണ്ട്. ആ ക്രിയകൾക്ക് ശേഷം ദിക്പാലകന്മാർ ആവാഹിച്ച് അവർക്ക് ആദ്യം പൂജയ്ക്ക് ശേഷമാണ് ചണ്ഡ്യാഹോമം ആരംഭിക്കുകയുള്ളൂ. ഈ ഹോമ അവസാനം ദിക്പാലകന്മാർക്ക് ബലി, ദേവിക്ക് ബലി, ഇതെല്ലാം ഹവിസ്സാണ് ബലി കൊടുക്കുക. സാത്വികമായ പൂജാക്രമമായതുകൊണ്ട് ഹവിസ്സാണ് ബലി കൊടുക്കുക. തുടർന്ന് ഗുരുതി തർപ്പണമുണ്ട്. ഈ ഗുരുതി തർപ്പണത്തിന് ശേഷം ഹോമം പൂർത്തിയാക്കുകയാണ്. അതായത് ഇതിൽ ദേവീ മാഹാത്മ്യം 700 ശ്ലോകങ്ങളെ കൊണ്ടും പായസം ദലസർപ്പിഷ ക്ഷമാപയ ജഗത്താത്രി മുഹുർമുഹുർ അതന്ത്രിത പ്രതിശ്ലോകം ച ജൂഹിയാത് പായസം ദലസർപ്പിഷ എന്നാണ് വൈകൃതക രഹസ്യത്തിൽ
രഹസ്യത്രയത്തിലെ 2-ാമത്തെ അധ്യായമായിരിക്കുന്ന വൈകൃത രഹസ്യത്തിൽ ഋഷി പറഞ്ഞിരിക്കുന്നത്, അതായത് കേരളീയ സമ്പ്രദായം അനുസരിച്ചിട്ട് ഓരോ ശ്ലോകങ്ങളിലും പ്രതിശ്ലോകങ്ങളും ശ്ലോകം തോറും പായസം തിലസർപ്പിഷ, എള്ളും നെയ്യും ചേർന്നതായ ശർക്കര പായസമാണ് ഹോമിക്കുക. ഈ 700 ശ്ലോകങ്ങളെ കൊണ്ട് ഹോമിച്ച് ഈ ഹോമത്തിന് മുമ്പായിട്ട് ഇതിൽ ഡയറക്റ്റ് പങ്കെടുക്കുന്ന എല്ലാവർക്കും അക്ഷതം തരും. ഈ അക്ഷതം തന്ന് സങ്കല്പ മന്ത്രം ചൊല്ലിച്ച് സങ്കല്പം എടുപ്പിക്കുന്നതാണ്. ആ സങ്കല്പ മന്ത്രം അതിൻ്റെ അർത്ഥം ബോധത്തോടുകൂടി ചൊല്ലി ആ അക്ഷതം ഈ ഹോമാഗ്നിയിൽ എല്ലാവരും സമർപ്പിക്കണം. അതിനുശേഷം ഈ ഹോമത്തിൻ്റെ പൂജയുടെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞു തരും. പിന്നീട് ഹോമത്തിൻ്റെ സമയത്ത് ഈ 700 ശ്ലോകങ്ങളെ കൊണ്ട് ഹോമിക്കുമ്പോൾ ഓരോ അധ്യായങ്ങളുടെയും അവസാനങ്ങളിൽ പൂർണ്ണാഹുതി ഉണ്ടാകും. ഈ പൂർണ്ണാഹുതി സമയത്ത് എല്ലാവർക്കും അക്ഷതം സമർപ്പിക്കാവുന്നതാണ്. 13 അധ്യായങ്ങളിലെ ഹോമശേഷം പ്രത്യേകമായിട്ട് തന്നെ 2-3 പേരെ ഇരുത്തിക്കൊണ്ട് പ്രത്യേകമായിട്ട് മന്ത്രങ്ങളും ശ്ലോകങ്ങളും ചൊല്ലിത്തരും. അത് ചൊല്ലി ഹവിസ് ഇതിൽ ഹോമിക്കാം. അതിനുശേഷം മഹാപൂർണാഹുതി. ഈ മഹാപൂർണാഹുതി സമയത്ത് സാരി, പഴവർഗ്ഗങ്ങൾ, അതുപോലുള്ളതായ ദ്രവ്യങ്ങളെല്ലാം ഇവിടെ ഹോമിക്കും. ആ പൂർണ്ണാഹുതി സമയത്ത് നിങ്ങൾക്കും തട്ടത്തിൽ ഈ സാധനങ്ങളെല്ലാം തരും. അത് ഇവിടെ ഹോമിക്കുക. തുടർന്നാണ് മഹാപൂർണാഹുതി നടക്കുന്നത്. ഈ മഹാപൂർണാഹുതിക്ക് ശേഷം വസോർധാര എന്നൊരു ക്രിയയുണ്ട്. യജുർവേദത്തിലെ ചമകം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് നെയ്യ് ഹോമിക്കുന്നൊരു ക്രിയയാണ്. ആ ക്രിയയുടെ അവസാനം ഈ ഹോമം പൂർത്തിയാക്കുന്നതാണ്. തുടർന്ന് ഇതിൻ്റെ ഹോമപ്രസാദം, ഹോമസമ്പാദവും അതുപോലെ തന്നെ കുങ്കുമവും എല്ലാം നൽകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്നത്, നമ്മളിവിടെ പൂജയ്ക്കെടുക്കുന്ന ദ്രവ്യങ്ങൾ പരമാവധി വളരെ ശുദ്ധിയാർന്നത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന കുങ്കുമം, നെയ്യ്, ചന്ദനം, അക്ഷതാദികൾ, അതുപോലെ തന്നെ മറ്റ് ദ്രവ്യങ്ങൾ, ഈ എണ്ണ, ഇത് ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രമാണ്